ഭീഷ്മകൻ എന്ന് പറയുന്ന രാജാവ്. അദ്ദേഹത്തിന് 5 പുത്രന്മാരുണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? രുക്മ്യഗ്രജൻ, രുക്മമാലി, രുക്മകേശി, രുക്മകേശൻ, രുക്മമാലി തുടങ്ങിയിട്ടുള്ള മക്കൾ, ആൺകുട്ടികൾ. പിന്നെ രുക്മിണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. ഈ 5 ആൺമക്കൾ കുരുത്തം കെട്ടവരായിരുന്നു, എന്ന് വെച്ചാൽ അസത്തുക്കളായിരുന്നു. എന്നാൽ ഈ പെൺകുട്ടി ചെറുപ്പത്തിലേ വളരെ അനുസരണശീലയുള്ള ഒരു നല്ല മനസ്സുള്ള പെൺകുട്ടിയായിരുന്നു. വീട്ടിൽ ആര് വന്നാലും സത്സംഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ പെൺകുട്ടി മുന്നിൽ പോയിരിക്കും, അതൊക്കെ കേൾക്കും. പിന്നെ മുത്തശ്ശനോടും മുത്തശ്ശിയോടൊക്കെ ഭഗവത് കഥകൾ കേൾക്കാൻ വളരെയധികം ഔത്സുക്യമുണ്ടായി. അങ്ങനെ ആ കുട്ടിക്ക് ചെറുപ്പത്തിലേ മനസ്സിലായി ഭഗവാൻ കൃഷ്ണരൂപത്തിൽ ഇവിടെ ലീലയാടാൻ വന്നിരിക്കുന്നു. എങ്ങനെയോ ആ കുട്ടിയുടെ മനസ്സ് കൃഷ്ണനിൽ അനുരക്തയായി. ഭഗവാനെ മനസ്സുകൊണ്ട് സ്നേഹിച്ചു, പ്രേമിച്ചു, മനസ്സുകൊണ്ട് വിവാഹം വരെ കഴിച്ചു. എന്നിട്ട് മനസ്സിലൊരു പ്രതിജ്ഞ ചെയ്തു, ഈ ജീവിതത്തിൽ കൃഷ്ണനെയല്ലാതെ ഞാൻ ആരെയും സ്പർശിക്ക പോലുമില്ല, ഇത് സത്യം. ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവാണ്. കുട്ടി വളർന്നു, കന്യകയെ കല്യാണപ്രായമായപ്പോ അച്ഛനും അമ്മയ്ക്കും പിന്നെ ടെൻഷനായല്ലോ, വേഗം കെട്ടിച്ചു കൊടുക്കണം. ഇന്നത്തെ കാലത്ത് വേഗം അതൊക്കെ ചിന്തിക്കണം. കാരണം കെട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ അവർ വല്ലവരുടെയും കൂടെ പോവും. ഇവിടെ നിന്നൊക്കെ പറഞ്ഞയക്കും അച്ഛനും അമ്മയും മക്കളെ അമേരിക്കയിലേക്കൊക്കെ ഹയർ സ്റ്റഡീസിന്. ഒരു ദിവസം കത്ത് വരും, വി സീക്ക് യുവർ ബ്ലെസ്സിങ്, സോ പ്ലീസ് ബ്ലെസ് അസ്. അസ് നോ, what is this as? അപ്പോൾ താഴെ എഴുതിയിട്ടുണ്ടാവും, വി ഫിക്സ്ഡ് അവർ മാരേജ് സച്ച് ആൻഡ് സച്ച് ഡേറ്റ്, യു നീഡ് നോട്ട് കം, വി വിൽ ഡു ഓൾ ദ അറേഞ്ച്മെന്റ്സ്, പ്ലീസ് സെൻഡ് യുവർ ബ്ലെസ്സിങ്സ്. ഇതാ കിടക്കണു അച്ഛനും അമ്മയും. എത്ര കുടുംബങ്ങളാണ് അങ്ങനെ കിടക്കുന്നത്. അതാണ് ഇന്നത്തെ ലോകം എന്ന് പറയുന്നത്. പിന്നെ കല്യാണം കഴിപ്പിക്കുന്നതിന് മുമ്പ് ചോദിക്കണം, മോളെ വല്ലവരും ഉണ്ടോ നിന്റെ മനസ്സിൽ എന്ന്. അവൾ പറയും, ഒന്നുമില്ല, അച്ഛനൊന്നും വിചാരിക്കേണ്ട, അമ്മയൊന്നും എനിക്ക് അങ്ങനെയുള്ള സ്വഭാവമൊന്നുമില്ല. എന്നാൽ ഞങ്ങൾ അന്വേഷിക്കട്ടെ, അതും വേണ്ട എന്ന്. പാവം എന്നിട്ട് ഒരു ദിവസം അന്വേഷിക്കുന്ന കാര്യം ഒക്കെ നോക്കുമ്പോഴാണ് അവൾ പറയാ, ഞങ്ങൾ ഓൾറെഡി രജിസ്റ്റർ മാരേജ് ഒക്കെ കഴിഞ്ഞു എന്ന്. ഇങ്ങനെ എത്ര കുടുംബങ്ങൾ. അതുകൊണ്ട് അന്ന് അങ്ങനെയായിരുന്നില്ല. കാരണവന്മാരെ നമ്മൾ ചോദിക്കും. ഒരുപക്ഷേ ഇവിടെ കല്യാണം കഴിച്ചവരിൽ പലരും ഭർത്താവിനെയും ഭാര്യയും നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല, കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക. ഓ, ഇതാണ് എന്റെ ഭാര്യ എന്ന്, ഓ പറഞ്ഞു കേട്ടിട്ടുള്ളൂ ഇങ്ങനെയാണല്ലേ എന്നുള്ളത്. അങ്ങനെയായിരിക്കും പലരും. പണ്ടൊക്കെ അങ്ങനെ അറിയും കൂടിയില്ല ആരെയും കല്യാണം കഴിക്കാമോ, പെണ്ണായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അത്രയൊരു ഉറപ്പുള്ളൂ. ആരാവും എന്താണെന്നുള്ളത് പൂർവികന്മാർക്ക് അറിയാം. അവരന്ന് സംസ്കാരം നോക്കിയിട്ടായിരുന്നു വിവാഹം കഴിച്ചു നോക്കിയത്, അല്ലാതെ ആളുടെ സൗന്ദര്യവും ക്വാളിഫിക്കേഷനും കഴിവും പണമൊന്നും ആയിരുന്നില്ല. ഇന്നിപ്പോ ഒക്കെ മാറിപ്പോട്ടെ. ഏതായാലും ഭഗവാനെ മനസ്സുകൊണ്ട് സ്നേഹിച്ച് ആ കുട്ടിയുടെ വികാരം ആരും മനസ്സിലാക്കിയില്ല. അച്ഛനും മറ്റൊക്കെ ഇങ്ങനെ കൂടിയിരുന്ന് ആലോചിച്ചു. അച്ഛനും മോഹം കൃഷ്ണന് വിവാഹം കഴിച്ചു കൊടുക്കാനാണ്, ഭഗവാന് തന്നെ കൊടുക്കണമെന്നാണ്. പക്ഷേ സഹോദരന്മാർക്ക് അത് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് പാഞ്ചാല രാജാവിന്, വിദർഭ രാജാവായ പാഞ്ചാലന്, വിദർഭ രാജാവായ ഭീഷ്മകന് അധികാരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മൂത്ത മകനായ രുക്മിയായിരുന്നു കാര്യങ്ങൾ നിയന്ത്രിച്ചത്. അപ്പൊ ഭീഷ്മകനോട് പറഞ്ഞു, അച്ഛൻ കാര്യങ്ങൾ നോക്കണ്ട, ഞാൻ തന്നെ നോക്കിക്കോളാം സഹോദരിയുടെ കല്യാണം എന്ന് പറഞ്ഞു. മോനെ അവൾക്ക് ഇഷ്ടം കൃഷ്ണനെയാണല്ലോ, അപ്പം ഭഗവാനല്ലേ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടതെന്ന്. ഞാൻ കൊടുക്കില്ല, കൃഷ്ണന് എന്റെ സഹോദരിയെ കൊടുക്കില്ല. അതെന്താടാ അങ്ങനെയെന്ന്? അയാൾക്കെന്താ ക്വാളിഫിക്കേഷൻ ഉള്ളത്? ആരെങ്കിലും ചോദിച്ചാൽ പറയാൻ കൊള്ളാവുന്ന വല്ലതും ഉണ്ടോ യോഗ്യത? അതെന്താ അയാൾക്കില്ലാത്തത്? ചെറുപ്പത്തിൽ പശുവിനെ കൊണ്ടു നടന്നു എന്നുള്ളൊരു യോഗ്യതയാണോ? ആരെങ്കിലും വന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ സഹോദരിയെ കല്യാണം കഴിച്ച ആളുടെ യോഗ്യത എന്തൊക്കെയാണ്? അധികമൊന്നുമില്ല. പശുവിനെ കൊണ്ട് നടന്നിട്ടുണ്ട്, തൊഴുത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്, പിന്നെ പാല് കട്ടെടുത്തിട്ടുണ്ട്, വെണ്ണ കട്ടെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വലുതായപ്പോൾ ഗോപികമാരുടെ വസ്ത്രം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് രാത്രിയിൽ അവരുടെ കൂടെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. അതും കഴിഞ്ഞിട്ട് സ്വന്തം അമ്മാവിന്റെ നെഞ്ചത്ത് കയറി കൊന്നിട്ടുണ്ട്. ഇതൊക്കെ ആരോടെങ്കിലും പറയാൻ പറ്റും ഒരാളുടെ യോഗ്യതയായിട്ട്? ഞാൻ കൊടുക്കില്ല എന്റെ സഹോദരിയെന്ന്. അതുകൊണ്ട് നീ പാർക്കാ കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്? ഞാൻ എന്റെ പ്രിയ സുഹൃത്തായ ശിശുപാലനാണ് കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്. അയാളുടെ യോഗ്യത എന്താണ്? അയാൾ ചക്രവർത്തിയാണ്, പിന്നെ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അത് വലിയ കുഴപ്പമൊന്നുമില്ല, രാജാക്കന്മാർക്ക് പറഞ്ഞ കാര്യമാണ്. അങ്ങനെ ശിശുപാലനുമായിട്ടുള്ള കല്യാണം ജ്യേഷ്ഠൻ നിശ്ചയിച്ചു. കത്തൊക്കെ പ്രിന്റ് ചെയ്ത് എല്ലാവർക്കും എത്തിച്ചു. പാവം രുക്മിണി ദേവി തെറ്റിദ്ധരിച്ചു തന്റെ വിവാഹം കൃഷ്ണനായിട്ടാണ്. അനുഗ്രഹിക്കാനായിട്ട് ബ്രാഹ്മണൻ കല്യാണത്തിന്റെ തലേ ദിവസം 2 ദിവസം മുമ്പ് തന്റെ മുറിയിലേക്ക് വന്നപ്പോഴാണ് രുക്മിണി ദേവി അറിയുന്നത് വിവാഹം കൃഷ്ണനുമായിട്ടല്ല ശിശുപാലനായിട്ടാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാൽക്കൽ വീണിട്ട് പറഞ്ഞു, ഈ ജീവിതത്തിൽ ഞാൻ ശിശുപാലനെ സ്പർശിക്കില്ല, എന്നെ അതിന് അനുവദിക്കരുത്. ഒരുപക്ഷെ ശിശുപാലനാണ് എന്നെ കിട്ടുന്നതെങ്കിൽ അത് ഈ ശവത്തെ ആയിരിക്കും. എനിക്ക് കൃഷ്ണനെ മാത്രമേ വേണ്ടൂ. അതുകൊണ്ട് കൃഷ്ണനെ കല്യാണം കഴിക്കാൻ അവിടുന്ന് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. ദേവി ഒരു കാര്യം ചെയ്യുക, ഒരു എഴുത്ത് സന്ദേശം തന്നേക്കും, ഞാൻ കൊണ്ടു കൊടുക്കാമെന്ന്.
ഇത് കേട്ടതും ദേവിക്ക് ഭയങ്കര ഉത്സാഹമായി, ആവേശമായി. ഉടനെ തന്നെ ഒരു സന്ദേശം തയ്യാറാക്കി ബ്രാഹ്മണനെ ഏൽപ്പിച്ചു. അതിവേഗതയുള്ള രഥമെടുത്ത് ബ്രാഹ്മണൻ അതാ പുറപ്പെടുന്നു. അവിടെ എത്തി ദ്വാരകയിലെത്തിയപ്പോൾ ഭഗവാനെന്ന് എങ്ങോട്ടും പോവാതെ അങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട്. ആ തേജസ് കണ്ടൊന്ന് നോക്കി കൈകൂപ്പി നമസ്കരിച്ചു. പറഞ്ഞു കേട്ടിട്ടുള്ളൂ കൃഷ്ണനെക്കുറിച്ച്. കാർമേക വർണ്ണമാണ്, പീതാംബരധാരിയാണ്, വനമാല ധരിച്ചവനാണ്, മയിൽപ്പീലി ചൂടുന്നവനാണ്. ഇതൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ നേരിട്ട് കാണാൻ സാധിച്ചിരിക്കുന്നു. ആ രൂപത്തെ കണ്ടുകൊണ്ട് കുറേ നേരം കണ്ണുകളിലേക്ക് നോക്കി നിന്ന് ഭഗവാൻ അപ്പോഴേക്കും ബ്രാഹ്മണനാണല്ലോ, ക്ഷത്രിയൻ, ചെന്ന് നമസ്കരിക്കണമെന്നല്ലേ. പോയി നമസ്കരിച്ച് സ്വീകരിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ഒരു പീഠത്തിലിരുത്തിയിട്ട് പറഞ്ഞു, അവിടുന്ന് ഒരു ബ്രാഹ്മണനാണെന്ന് തോന്നുന്നു. പറഞ്ഞു അതേന്ന്. ബ്രാഹ്മണധർമ്മം അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. സംതൃപ്തന്മാരും നിരഹങ്കാരികളും മനഃശുദ്ധിയുള്ളവരും ഭക്തന്മാരുമായിട്ടുള്ള ബ്രാഹ്മണരെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ്, അങ്ങ് സംതൃപ്തൻ തന്നെയല്ലേ എന്ന്, സംതൃപ്തിയില്ലാത്തവരെ ഞാൻ ബ്രാഹ്മണൻ എന്ന് വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ ബ്രാഹ്മണധർമ്മം പറഞ്ഞുകൊടുത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, എന്തോ ഒരു വിഷമം മുഖത്തുണ്ടല്ലോ, എന്തായാലും പറഞ്ഞോളൂ, എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ചെയ്തുതരാം. അങ്ങയുടെ നാട്ടിലെ രാജാവ് അങ്ങയെ നോക്കുന്നില്ലേ, നിങ്ങളുടെയൊക്കെ കാര്യം നോക്കുന്നില്ലേ? ഉടനെ പറഞ്ഞു, ഭഗവാനെ ഇതെന്റെ വിഷമമല്ല എന്ന്. പിന്നെ ആരുടെ വിഷമാണ്? ഇതൊരു പെൺകുട്ടിയുടെ കാര്യമാണെന്ന്. ഏത് പെൺകുട്ടിയുടെ കാര്യം? അങ്ങായിട്ട് ബന്ധപ്പെട്ടതാണെന്ന്. അതെന്താ അങ്ങനെ ഒരു കാര്യമെന്ന്? തന്നിട്ടുണ്ട് ഒരു എഴുത്ത്, ഇതാ പിടിച്ചോളൂ എന്ന്. ഭഗവാന് കൈവരയ്ക്കാൻ തുടങ്ങി. ആദ്യമായിട്ടാണ് ഒരു കത്ത് കിട്ടുന്നത്. ഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, അവിടുന്ന് തന്നെ വായിച്ചാൽ മതി, ഞാൻ കേട്ടോളാന്ന്. അങ്ങനെ ആ ബ്രാഹ്മണൻ ആ കത്ത് വായിക്കുകയാണ്. രുക്മിണീ ദേവി പറയുന്നു. എന്താ പറയുന്നത്? 52-ാം അധ്യായത്തില് രുക്മിണ്യുവാച, രുക്മിണി ആ കത്തിലൂടെ പറയുന്നു. എന്താ പറയുന്നത്? ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര ശൃണ്വതം തേ നിർവിശ്യകർണ വിവരൈഹരദുംഗതാപം രൂപം ദൃശാം ദൃശിമതാമഖിലാത്തലാപം തുയ്യച്യുതാ വിശതി ചിത്തമപത്രപം മേ. ഭഗവാനെ, അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ട്, ശ്രുത്വാ ഗുണാൻ, അവിടുത്തെ ഗുണങ്ങളെ കേട്ട് എന്റെ എല്ലാ ദുഃഖങ്ങളെയും എനിക്ക് ഇല്ലാതാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്റെ മനസ്സിന് ധൈര്യം വരുത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങയെ സ്നേഹിക്കാൻ എനിക്ക് അല്പം പോലും ലജ്ജയില്ല. ആരെന്ത് പറഞ്ഞാലും ലജ്ജ വിട്ട് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഭഗവാനെ, അവിടുന്ന് എന്റെ ഭർത്താവായി തീരണം, ഞാൻ അവിടുത്തെ ഭാര്യയായി തീരട്ടെ എന്ന്. എന്നിട്ട് പറഞ്ഞു, അങ്ങയെ ആരാണ് സ്നേഹിക്കാതിരിക്കുക? ആത്മതുല്യം തുല്യനാണ് അങ്ങെനിക്ക്. എല്ലാം കൊണ്ടും ഞാൻ അങ്ങയുമായിട്ട് യോജിച്ചവളാണെന്ന് എനിക്ക് തോന്നുന്നു ഭഗവാനെ. അതുകൊണ്ട് അവിടുന്ന് എന്നെ യോജിച്ചവളാണെന്ന് തോന്നുകയാണെങ്കിൽ അവിടുന്ന് എന്നെ സ്വീകരിക്കണമേ എന്ന് പറയാണ്. വീണ്ടും പറയുന്നു, ഭഗവാനെ, ഞാൻ വല്ല വ്രതങ്ങളും എടുത്തതിനൊക്കെ ശക്തിയുണ്ടെങ്കിൽ, അതിനൊക്കെ അനുഗ്രഹിക്കാനുള്ള ശക്തിയുണ്ടെങ്കിൽ അങ്ങ് തന്നെ എന്റെ ഭർത്താവായി തീരണം. ആ ശിശുപാലൻ എന്നെ തൊടാൻ പോലും സാധിക്കരുത്. പക്ഷേ രുക്മിണീ ദേവി തന്നെ ചിന്തിക്കുകയാണ്. ഭഗവാന്റെ പക്ഷത്തിലിരുന്ന് കത്ത് അടിച്ചില്ലേ രുക്മിണീ ദേവി? അതേ ഭഗവാനെ, നീ കത്തൊക്കെ അടിച്ചിട്ട് ഇനിയിപ്പോ ഞാൻ അങ്ങോട്ട് വന്നിട്ട് ശിശുപാലൻ പറയോ, സാരല്ലേ കൃഷ്ണ, നീ കല്യാണം കഴിച്ചോളൂ, കത്ത് എന്റെ പേരിലിരുന്നോട്ടെ എന്ന്. അങ്ങനെ നടക്കൂ എന്റെ രുക്മിണീ ദേവി? നടക്കില്ലല്ലോ. ഇല്ല. പിന്നെ എങ്ങനെ കല്യാണം കഴിക്കുക? ഭഗവാനെ, രാക്ഷസവിധി എന്നൊരു വിധി ഉണ്ടല്ലോ ക്ഷത്രിയന്മാരുടെ ഇടയിൽ. എന്ന് വെച്ചാൽ കത്താരുടെ പേരിലിരുന്നോട്ടെ, കല്യാണപ്പന്തലിൽ വെച്ച് പെണ്ണിനെ അപഹരിച്ചു കൊണ്ടുവന്ന് വിധിക്കാണ് രാക്ഷസവിധി. അന്നത് പറഞ്ഞതായിരുന്നു. ഇന്ന് തല്ല് കിട്ടും അങ്ങനെയൊക്കെ ചെയ്താൽ. ഒരാളുടെ പേരിൽ കത്തും വേറൊരാളുടെ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയാൽ കേമായില്ലേ? അപ്പൊ ഉടനെ വീണ്ടും രുക്മിണീ ദേവി ചിന്തിക്കുകയാണ്, അല്ല രുക്മിണീ ദേവി, ഭഗവാന്റെ പക്ഷത്തിലിരുന്നിട്ട് ഞാൻ അങ്ങനെ ശിശുപാലൻ കല്യാണം കഴിക്കാൻ നിശ്ചയിക്കുന്ന പന്തലിൽ വന്ന് രുക്മിണീ ദേവിയെ തട്ടിക്കൊണ്ടുപോകുമ്പോ ശിശുപാലൻ ഇങ്ങനെ കൈയടിച്ചുകൊണ്ട് പറയൂ, കേമാവുണ്ട് കൃഷ്ണ, കൊണ്ടുപോയിക്കോളൂ എന്ന്. അങ്ങനെ തപ്പോട്ടി അവിടെ വലുതും നടക്കൂ. ആയുധം കൊണ്ട് പരസ്പരം വെട്ടിക്കൊല്ലില്ലേ. പിന്നെ അടപ്രഥമന് വിളമ്പ രക്തപ്രഥമനായിരിക്കും. അതുകൊണ്ട് അങ്ങനെ രക്തപ്പഴം ഒഴുക്കിയിട്ട് വേണോ കല്യാണം? അങ്ങനെയാണെങ്കിൽ അതും വേണ്ട ഭഗവാനെ. അതിനൊരു ഒഴിവാക്കാൻ മാർഗമുണ്ട്. അതെന്താണ്? കല്യാണത്തിന്റെ തലേ ദിവസം ഞങ്ങള് കുലദേവി യാത്രയ്ക്ക് പോകും. ഒരു ക്ഷേത്രത്തിൽ പാർവതീദേവിയെ തൊഴാൻ വേണ്ടി പോകും. കല്യാണത്തിന്റെ തലേ ദിവസം രാത്രിയിലും. അങ്ങനെ തൊഴുത് അവിടെ നിന്നും ഇറങ്ങുമ്പോൾ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് ഭഗവാനെ അവിടെ. ആ സ്റ്റെപ്പിന്റെ അവസാനത്തെ പടിയിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ ഒന്ന് നോക്കൂ അങ്ങേ. ആ സമയത്ത് എന്നെയും അങ്ങ് നോക്കണം. ആ ദൃഷ്ടി എത്തുന്ന സ്ഥലത്ത് അങ്ങ് നിൽക്കണം. എന്നിട്ട് അവിടെ വെച്ചിട്ട് എന്നെ അപഹരിച്ചു കൊണ്ടുപോയിക്കൊള്ളൂ. സ്പോട്ട് വരെ എഴുതി കൊടുത്തു, കൺഫ്യൂഷൻ ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് അവസാനം എഴുതി, ഇത്രയൊക്കെ തുറന്നെഴുതിയിട്ട് ഇനിയും അങ്ങ് വന്നില്ല എങ്കിൽ ബാക്കിയുള്ള ആയുസ്സിനെ ഞാൻ കഠിനമായ വ്രതങ്ങൾ ചെയ്ത് തപിപ്പിച്ച് ഈ ശരീരത്തെ ശോഷിപ്പിച്ച് ഞാൻ ശരീരം ഉപേക്ഷിക്കും. എന്തിനു വേണ്ടി ഉപേക്ഷിക്കും? ഇനിയും അങ്ങയുടെ പത്നിയായി തീരാൻ വേണ്ടി മാത്രം. അപ്പൊ അങ്ങ് വീണ്ടും അവതരിക്കേണ്ടി വരും. അതുകൊണ്ട് ഇത്രയും എഴുതി
എന്നെ വേഗം കൊണ്ടുപോകാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് രുക്മിണി ദേവി കത്ത് നിർത്തി എന്ന് സ്വന്തം രുക്മിണി ഒപ്പ്. ഭഗവാൻ വളരെ സന്തോഷമായി. ആദ്യമായിട്ടാണ് അങ്ങനെ കത്തൊക്കെ കിട്ടുന്നത്. ഭഗവാൻ ബ്രാഹ്മണന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, സത്യം പറയാലോ, 3 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട്. ഉറങ്ങുമ്പോഴേക്കും രുക്മിണിയെക്കുറിച്ചാണ് ഓർമ്മ വരുന്നത്. അസല് നോണ അടിച്ചു വിട്ടതാ ഭഗവാൻ. ഉറക്കേ വരാറില്ല. ആ രുക്മിണിയുടെ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഞങ്ങളെ വിട്ട് ക്ഷണിച്ചിട്ടില്ല, എങ്ങനെയാ കൊണ്ടുപോവുക, എങ്ങനെ കൊണ്ടുവരിക. എനിക്കാണെച്ചാൽ രുക്മിണി എന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. അതുകൊണ്ട് ബ്രാഹ്മണ, നമുക്കൊരു കാര്യം ചെയ്യാം, വേഗം പുറപ്പെടാന്ന് പറഞ്ഞിട്ട് ചടപടാന്നുള്ള അതിവേഗത്തിൽ ഓടുന്ന കുതിരകളെ പൂട്ടിയ രഥവുമായിട്ട് ഭഗവാൻ പുറപ്പെട്ടു. ഭഗവാൻ വിദർഭയിലെത്തുന്നതിൻ്റെ കൂടെ തന്നെ ഇവിടെയാണെങ്കിലോ ഭഗവാൻ പുറപ്പെട്ട ശബ്ദകോലാഹലങ്ങൾ കേട്ട് ബലരാമസ്വാമി ഇറങ്ങി വരികയാണ്. അവിടുത്തെ കാവൽക്കാരോട് ചോദിച്ചു, എന്താ അവിടെ ഒരു ശബ്ദമൊക്കെ കേട്ടുമല്ലോ എന്ന്. അപ്പൊ അവര് പറഞ്ഞു, ഒരു കത്ത് വന്നിട്ടുണ്ട്, അതിലെന്താ തട്ടിക്കൊണ്ടുവരി പ്രേമാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ ഒരു തട്ടിക്കൊണ്ടുവരൽ കേസാണ് ഞങ്ങൾക്ക് മനസ്സിലായിന്ന്. ഉടനെ ഭഗവാൻ ബലരാമസ്വാമിക്ക് മനസ്സിലായി ഇത് രുക്മിണി ദേവിയെ അപഹരിക്കാനുള്ള കാര്യമാണെന്ന്. അതുകൊണ്ട് വേഗം നമ്മളും പോവാന്ന് പറഞ്ഞിട്ടൊരു സൈന്യത്തെ എടുത്ത് ഭഗവാൻ ബലരാമസ്വാമിയും പുറപ്പെട്ടു. വിദർഭയിൽ കൃഷ്ണൻ എത്തുമ്പോൾ തൊട്ടപുറകിൽ ബലരാമസ്വാമിയുണ്ട്. ഭഗവാനൊരു സംശയം, ഇനിയിപ്പോ ബലരാമസ്വാമിക്കും കൊടുത്തിട്ടുണ്ടാവോ കത്ത്? കാലം അങ്ങനെയാണല്ലോ, ഒരാൾക്ക് 2 പേർക്കും കത്ത് കൊടുത്തുകൂടായില്ല. അങ്ങനെ നോക്കിയപ്പോൾ ബലരാമസ്വാമി പറഞ്ഞു, ഇല്ല കൃഷ്ണ, എനിക്ക് കത്തൊന്നും തന്നിട്ടില്ല, ഞാൻ നിന്നെ സഹായിക്കാമെന്ന്. ക്ലിയറായി, ഇനി കൺഫ്യൂഷൻ ഇല്ല കാര്യത്തിൽ. അങ്ങനെ 2 പേരും അവിടെ എത്തിയപ്പോൾ വിദർഭ രാജാവ് ഭീഷ്മകൻ തന്നെ വന്ന് ഭഗവാനെയും ബലരാമസ്വാമിയും എല്ലാ ആഡംബരങ്ങളും കൂട്ടി കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ ആളുകൾ കരുതി ഇദ്ദേഹമാണ് വരന്ന്, ഭഗവാൻ കൃഷ്ണനാണ് വരന്ന്. നേരെ കൊണ്ടുപോയത് യഥാർത്ഥത്തിൽ വരനിരിക്കാനുള്ള മണ്ഡപത്തിലാണ്, സ്ഥലത്താണ്, ഗൃഹത്തിലാണ്. അവിടേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്കും ശിശുപാലനും കൂട്ടരൊക്കെ എത്താൻ തുടങ്ങി. ആ രാജ്യമാണെങ്കിൽ ഉത്സവത്തിന്റെ പ്രതീതിയിലാണ്. കല്യാണമാണല്ലോ, ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നു, അന്നദാനം, വസ്ത്രദാനം, പലതും ദാനം ചെയ്ത് ഉത്സവത്തിന്റെ പ്രതീതിയിലാണ്. ജനങ്ങൾ അറിഞ്ഞു ഭഗവാൻ കൃഷ്ണൻ വിവാഹത്തിന് പങ്കെടുക്കാൻ വന്നിട്ടുണ്ടെന്ന്. അവരെല്ലാം ഭഗവാനെ കാണാൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് വന്ന് നമസ്കരിച്ച് തൊഴുതുകൊണ്ട് പോകുമ്പോൾ പറയും, ഓഹ്, രുക്മിണി ദേവിയെപ്പോലെ ഭാഗ്യം ചെയ്തൊരു കുട്ടി ലോകത്തിലുണ്ടാവില്ല. കാരണം എത്ര സുന്ദരനാണ്, ഇത്തിരി കറുത്തോട്ടെ എന്നാലും കുഴപ്പമില്ല, എത്ര സുന്ദരനാണ്. രുക്മിണി ദേവി നല്ല വെളുത്തിട്ടാണ്, ഭഗവാൻ നല്ല കറുത്ത ആളോ. ഇത്ര സുന്ദരനായിട്ടൊരാളെ കാണാൻ പ്രയാസമാണ്, ഭാഗ്യം ചെയ്തവളാണെന്നൊക്കെ പറയുമ്പോൾ അപ്പുറത്തെ ശിശുപാലനും ജരാസന്ധനും വരികയാണ്. അപ്പൊ ജരാസന്ധൻ പറഞ്ഞു, കണ്ടില്ലേ, നിന്നെക്കുറിച്ച് അങ്ങനെ പറയുന്നത്, ഇത്ര സുന്ദരനെ ലോകത്തിൽ കാണാൻ പ്രയാസമാണെന്ന്. ജരാസന്ധൻ തെറ്റിദ്ധരിച്ചു, ശിശുപാലൻ തെറ്റിദ്ധരിച്ചു എന്നെക്കുറിച്ചാ പറയുന്നത് എന്ന്. അങ്ങനെ ശിശുപാലനും കൂട്ടരും അവിടെ എത്തി. ഇനി രുക്മിണി ദേവി യാത്രയ്ക്കുള്ള പുറപ്പാടിലാണ്. ഇപ്പൊ പോകുന്ന സമയത്ത് കല്യാണമൊക്കെ ആണല്ലോ, നന്നായിട്ടൊന്ന് കുളിപ്പിച്ചു. പിന്നെ വസ്ത്രങ്ങളൊക്കെ വലിയ വലിയ പട്ടുസാരികളൊക്കെ ഉടുപ്പിച്ചു. പിന്നെ മേക്കപ്പാണ്. ഇന്ന് കല്യാണം എന്ന് പറഞ്ഞാൽ മേക്കപ്പാണല്ലോ വലുത്. എല്ലാം അണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുഖം മാത്രം കാണില്ല, ആരാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന്. അത്രയും ആഭരണവും കോലവും ഒക്കെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചോദിക്കണം പെണ്ണാണോ ആണാണോ എന്നുള്ളത്. അത്രയും ആഭരണങ്ങൾ നോക്കൂ, എത്ര ഭ്രാന്ത ആളുകൾക്ക് എന്നുള്ളത്. ഏതായാലും ഇനിയിപ്പോൾ കുറെ കഴിഞ്ഞാൽ ഇതിനൊക്കെ ഭയങ്കര എക്സ്പെൻഡിച്ചർ വരും. ഇപ്പൊ തന്നെ 25,000 രൂപയ്ക്കാണ് ഇത്ര ഒരു പെണ്ണിനെ മേക്കപ്പ് ചെയ്ത് എല്ലാ പൂവൊക്കെ വെച്ചിട്ട് ഇറക്കാൻ. അതും കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പാർട്ടിക്ക് ഇതുപോലെ ഒരുക്കണം. ആലോചിച്ചൊക്കെ എത്ര രൂപയാണ് ആളുകൾ ഇതിനൊക്കെ ചെലവഴിക്കുന്നത് എന്നുള്ളത്. എന്നിട്ടോ ആള് പഴയ ആള് തന്നെ, ഒരു വ്യത്യാസവുമില്ല. ഇങ്ങനെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. രുക്മിണി ദേവി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വടക്ക് ഭാഗത്തേക്ക് തിരിയും. അവർ പറയും, ഒന്ന് തിരിഞ്ഞിരിക്കും മുഖം എന്ന്. എന്തായാലും വടക്ക് ഭാഗത്തേക്ക് മുഖം പോവുള്ളൂ. എന്താ വെച്ചാൽ ജനവാതിൽ അവിടെയാ. ബ്രാഹ്മണൻ വരുന്നുണ്ടോ നോക്കുക, അത് ഇവർക്കറിയില്ലല്ലോ. ബ്രാഹ്മണന് സന്ദേശം കൊടുത്തയച്ചിട്ടുണ്ടെന്നൊക്കെ. ഇങ്ങനെ മുഖം തിരിഞ്ഞിരിക്കും. ഇവരതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കഴുത്തിൽ തേക്കുന്നുണ്ട്, തലയിൽ തേക്കുന്നുണ്ട്, മുഖത്ത് തേക്കുന്നുണ്ട്. ദേവി അതൊന്നും നോക്കുന്നില്ല. ഇനി എന്ത് തേച്ചാലും കുഴപ്പമില്ല ദേവിക്ക്. അങ്ങനെ മനസ്സ് മുഴുവൻ പുറത്ത് വെച്ചിങ്ങനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ശിശുപാലനെ തൊടേണ്ടി വരൂ, ശിശുപാലന്റെ കൂടെ പോകേണ്ടി വരൂ, അങ്ങനെ ഒരു യോഗം എന്റെ തലയിലുണ്ടാവോ, കൃഷ്ണൻ വരില്ലേ, എന്നെ കൊണ്ടുപോകില്ലേ, സന്ദേശം എത്തിയിട്ടുണ്ടാവോ, ബ്രാഹ്മണൻ കണ്ടിട്ടുണ്ടാവോ, ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ടാവോ. ഇങ്ങനെയൊക്കെ മനസ്സിങ്ങനെ വേവലാതി പോകുമ്പോൾ അവർ പറയും, ദേവി ഒന്നും കൂടി തിരിയൂ, ഞങ്ങളിതൊക്കെ ഒന്ന് കെട്ടട്ടെ എന്ന് പറയുമ്പോൾ വീണ്ടും മുഖം തിരിക്കും. അങ്ങനെ നോക്കുന്ന സമയത്തതാ ഇടയ്ക്ക് ദേവിക്ക് തന്നെ ഫീൽ ചെയ്തു കണ്ണിങ്ങനെ തുടിക്കുന്നതായിട്ട്. ഇടത്തെ കണ്ണ്, സ്ത്രീകൾക്ക് ഇടത്തെ കണ്ണ് തുടിക്കുന്നത് നല്ല ലക്ഷണമായിട്ട് പറയും. അതങ്ങനെയാണത്രേ, ഇടത്തെ കണ്ണ് തുടിക്കുന്നത് നല്ല ലക്ഷണം. അതെപ്പോഴും നല്ല ലക്ഷണമാവണമെന്നില്ല. തലയിൽ താരം വന്നാലും ഇടത്തെ കണ്ണ് തുടിക്കുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും നല്ല ലക്ഷണമായിട്ട് കരുതരുത്. അപ്പൊ ഇങ്ങനെ ഇടത്തെ കണ്ണ് തുടിച്ചതും ദേവിക്ക് മനസ്സിലായി എന്തോ ഒരു ഭാഗ്യം സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന്. നോക്കുന്ന സമയത്തതാ ബ്രാഹ്മണൻ ദൂരെ നിന്ന് അങ്ങനെ നടന്നു വരുന്നു. പിന്നെ എല്ലാവരെയും തട്ടി മാറ്റിക്കൊണ്ട് ദേവി അവിടെ നിന്ന് ഒരോട്ടാണ് ബ്രാഹ്മണന്റെ അടുത്തേക്ക്. ബ്രാഹ്മണന്റെ അടുത്ത് നിന്ന് കൈകൂപ്പി,
നോക്കി കരുണയോടുകൂടിയിട്ട് എന്താ ഭഗവാൻ പറഞ്ഞതെന്ന്. ആ ബ്രാഹ്മണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയാം, വരുന്ന വരവ് കണ്ടപ്പോഴേ മനസ്സിലായി എന്തോ നല്ലത് നടന്നിട്ടുണ്ടെന്ന്. ആ പുഞ്ചിരിയിൽ തന്നെ ദേവി സത്യം ച ഉക്തവചനം ആത്മോപനയനം പ്രതി, ഞാൻ സ്വീകരിക്കാമെന്ന് ഭഗവാൻ സത്യം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതും സന്തോഷം കൊണ്ട് ദേവി മതിമറന്നു. എന്താ ഈ ബ്രാഹ്മണന് കൊടുക്കാന്നിങ്ങനെ ആലോചിച്ചു. ആഭരണങ്ങളൊന്നും വിലയില്ലാത്ത വസ്തുക്കളാണ്. ബ്രാഹ്മണന് കൊടുക്കാൻ ഏറ്റവും യോഗ്യമായിരിക്കുന്നത് എന്റെ പൂർണ്ണ നമസ്കാരമാണെന്ന് കരുതി ആ ബ്രാഹ്മണന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചു. ദേവിക്ക് സന്തോഷമായി. കാരണം ഭഗവാൻ വന്നുയർന്നു, എന്നെ കൊണ്ടുപോകാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ദേവി അകത്തേക്ക് വരണു. പിന്നെ അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ എന്ത് വേണമെങ്കിലും തേച്ചോളൂ എന്ന്, എനിക്കൊരു വിരോധമില്ല. അപ്പൊ അവർ ചോദിച്ചു, എന്താ ദേവി? ഒന്നുമില്ല, നല്ലോണം ഉഗ്രനായിട്ട് മേക്കപ്പ് ചെയ്തോളൂ എന്ന്. അപ്പൊ അവർ മേക്കപ്പ് ഒക്കെ തുടങ്ങി. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞ അത്ഭുതം തന്നെയാണ്, പറഞ്ഞില്ലേ? അങ്ങനെയൊക്കെ കൊണ്ടുപോയി തയ്യാറായി ദേവിയെ കൊണ്ടുപോവുകയാണ് ദേവീക്ഷേത്രത്തിലേക്കുള്ള യാത്രയിൽ. കൊട്ടും വാദ്യവും കുരവിയും മംഗളമായിട്ട് അങ്ങനെ പാടിക്കൊണ്ട് അവർ പോകുന്നു. ക്ഷേത്രത്തിലെത്തി. ആ ക്ഷേത്രത്തിൽ വെച്ച് എല്ലാവരും തൊഴുന്നു. ദേവിയുടെ കല്യാണം മംഗളമായി നടക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ സമയത്ത് ദേവിയും പ്രാർത്ഥിച്ചു, ആരും കേൾക്കാതെ. എന്താ പ്രാർത്ഥിച്ചത്? നമസ്തേ ത്വാംബികേ വിഷ്ണം സ്വസന്താനയുതാം ശിവാം ഭൂയാൽ പതിർമേ ഭഗവാൻ കൃഷ്ണസ്തദനമോദതം. നമസ്തേ ത്വാംബികേ വിഷ്ണം സ്വസന്താനയുതാം ശിവാം ഭൂയാൽ പതിർമേ ഭഗവാൻ കൃഷ്ണസ്തദനുമോദതം. അമ്മേ ദേവി അനുഗ്രഹിക്കൂ, ഭഗവാൻ കൃഷ്ണൻ മാത്രം എനിക്ക് ഭർത്താവായി തീരട്ടെ, വിവാഹം ഞങ്ങൾ തമ്മിൽ മംഗളമായി നടക്കട്ടെ ദേവി, അതിനെല്ലാവരും എന്നെ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞ് ഹൃദയം മുഴുവൻ ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് രുക്മിണി ദേവി പ്രാർത്ഥിച്ചു എന്നാണ്. ആ സമയത്ത് അതാ ദേവി അവിടെ നിന്നും ഇറങ്ങി വരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ ഇറങ്ങി വരുമ്പോൾ പറഞ്ഞ സ്പോട്ടിലെത്തി ദേവി. ഇനി ഭഗവാനെ കാണണം. അതാണ് ഭഗവാനാണെങ്കിൽ ദേവിയാണെങ്കിലും ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളീയ രീതിയല്ല. കേരളത്തിൽ മുഖം കാണാം പെണ്ണിന്റെ, നോർത്ത് ഇന്ത്യയിലൊന്നും മുഖം കാണില്ല. കാരണം തലയിലൊരു വസ്ത്രം ഇടും അവര്. ആ വസ്ത്രത്തിന്റെ ഉള്ളിലൂടെ ആളെ കാണൂല്ല. അപ്പൊ ദേവിക്ക് തോന്നി ഭഗവാനെ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് വസ്ത്രം മാറ്റണമെന്ന്. അതിന് വസ്ത്രം മാറ്റാൻ എന്താ വേണ്ടത്? തന്റെ കണ്ണിലേക്ക് മുടി വീണ് കിടക്കണു എന്ന വ്യാജന കുറെ മുടി വീഴ്ത്തി അങ്ങോട്ട്. എന്നിട്ട് ആ മുടിയെടുത്ത് മാറ്റാൻ വേണ്ടി വസ്ത്രത്തിന്റെ പുറത്തുകൂടെ കൈയെടുത്ത് മുടിയൊക്കെ പിടിച്ച് ഒരൊറ്റ തട്ടും ഒരു നോട്ടവും. രാജാക്കന്മാരൊക്കെ നോക്കിയിരിക്കുകയാണ്. ശിശുപാലൻ പറയുന്നത് ഞാൻ കല്യാണം കഴിക്കാൻ പോണ പെണ്ണാണെന്നൊക്കെ. ജരാസന്ധൻ പറയുന്നത് നീ തന്നെ കല്യാണം കഴിക്കുന്നു. പല രാജാക്കന്മാർക്കും പരിചയപ്പെടുത്തിക്കൊണ്ട് ദേ ആ പെണ്ണ് എന്നെ നോക്കി ചിരിക്കുകയാണ്, അതാ വസ്ത്രമൊക്കെ മാറ്റിയതെന്നത് ശിശുപാലൻ. ആ സമയത്ത് രുക്മിണി ദേവി ഭഗവാനെ കാണുന്നു. ഭഗവാനതാ ഇരുന്ന രഥത്തിൽ നിന്നൊരു ചാട്ടം. മൂന്നാമത്തെ ചാട്ടത്തിൽ ഭഗവാൻ രുക്മിണി ദേവിയുടെ കൈപിടിക്കുന്നു. സുന്ദരി അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞ് കൈപിടിക്കുന്നു. നേരെ എടുക്കുന്നു, ചാടുന്നു, തന്റെ രഥത്തിലേക്ക് കയറുന്നു. അതിവേഗത്തിൽ പുറപ്പെടുന്ന സമയത്ത് ഉടനെ തന്നെ ജരാസന്ധൻ പറയാണ്, കഷ്ടം കഷ്ടം, നമ്മളാകുന്ന കുറുക്കന്മാരുടെ ഇടയിൽ നിന്ന് കൃഷ്ണനാകുന്ന സിംഹം കൊണ്ടുപോയില്ലേ എന്ന്. ശിശുപാലൻ പറയാണ്. ഉടനെ ജരാസന്ധൻ പറഞ്ഞു, വിഡ്ഢി അങ്ങനെയല്ല പറയേണ്ടത്, നമ്മളാകുന്ന സിംഹത്തിന്റെ ഇടയിൽ നിന്ന് കുറുക്കനാകുന്ന കൃഷ്ണൻ കൊണ്ടുപോയിന്ന്. ഉടനെ ശിശുപാലൻ പറയും, ഇപ്പൊ ഗ്രാമർ പറയേണ്ട സമയമല്ല, പെണ്ണ് പോയിരിക്കുന്ന സമയമാണ്, കത്ത് കയ്യിലുണ്ട്, ഇനിയിപ്പോ പെണ്ണില്ല എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. നീ ഒരുത്തം പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ കല്യാണത്തിന് തയ്യാറായത്, 17 വട്ടം കൃഷ്ണനെ തോൽപ്പിച്ചെന്നല്ലേ പറഞ്ഞത്, നിനക്കിപ്പോ എന്ത് ചെയ്യാൻ സാധിച്ചു എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. പറഞ്ഞു, നീ കരയാതിരിക്കണം, നിനക്ക് പെണ്ണിനെ കിട്ടിയാൽ പോരെ. ഞാൻ ജരാസന്ധനാണെങ്കിൽ ഇപ്പോ കൃഷ്ണനെ തോൽപ്പിച്ചുകൊണ്ട് ഇതാ നിന്റെ മുന്നിൽ രുക്മിണിയെ കൊണ്ടുതരും, സത്യം എന്ന് പറഞ്ഞിട്ട് ജരാസന്ധൻ ഇറങ്ങിപ്പോയി. ആ സമയത്ത് ഏറ്റവും അപമാനിതനായി രുക്മിണിയുടെ സഹോദരൻ രുക്മി അവിടെ വെച്ച് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രതിജ്ഞ ചെയ്തു, രുക്മിണിയെയും കൃഷ്ണന്റെ തലയും കൊണ്ടല്ലാതെ ഇനി ഈ കൊട്ടാരത്തിലേക്ക് ഞാൻ കാലുവെക്കില്ല എന്ന് സത്യം 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 എന്ന് പറഞ്ഞ് സൈന്യത്തെയും കൂട്ടിക്കൊണ്ട് ഭഗവാനോട് യുദ്ധത്തിനായി പുറപ്പെട്ടു. അങ്ങനെ സൈന്യം രണ്ടുപേരും മഗധയുടെ ഏറെക്കുറെ തീരങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. ദ്വാരകയിലേക്ക് എത്താൻ ഏറെക്കുറെ എത്തിക്കഴിഞ്ഞു. അവിടെ വെച്ച് ഭഗവാൻ ബലരാമസ്വാമിയും ജരാസന്ധനും ഘോര യുദ്ധം, പല അസ്ത്രങ്ങളും ആയുധങ്ങളും വെച്ച് യുദ്ധം. മറുവശത്ത് ഭഗവാനും ഭഗവാന്റെ ബ്രദറിലോ, അതായത് രുക്മിണിയുടെ സഹോദരൻ രുക്മിണിയും കൂടി യുദ്ധം. അങ്ങനെ ഘോരമായ യുദ്ധത്തിൽ ഭഗവാൻ ബലരാമസ്വാമി ജരാസന്ധനെ തോൽപ്പിച്ചു. ജരാസന്ധൻ വരുന്നുണ്ട്, ശിശുപാലൻ കാത്തിരി ഇപ്പൊ രുക്മിണിയായിട്ട് വരുന്നു. ഉടനെ ശിശുപാലനോട് വിളിച്ചു പറഞ്ഞു, നീയും രുക്മിണിയെപ്പോലൊരു മുണ്ട് കഴുത്തിലിട്ടിട്ട് തലയിലിട്ടിട്ട് പോരും എന്റെ കൂടെ എന്ന്. കാരണം രുക്മിണി ദേവി ഇനി വരില്ല, അവര് പോയി കഴിഞ്ഞു എന്ന്, ഇനി ആരും കാണണ്ട നിന്നെ. അത് കഴിഞ്ഞിട്ട് ഭഗവാനും രുക്മിണിയും തമ്മിലുള്ള യുദ്ധമോ
ഭഗവാൻ ആ രുക്മിയെ കെട്ടിയിട്ട് വാളെടുത്ത് ശിരസ് വെട്ടാൻ നേരത്ത് നോക്കുമ്പോൾ തന്റെ പാദങ്ങളിൽ വീണ് കിടക്കുന്നു രുക്മിണി ദേവി. പറഞ്ഞു, ഇത്രയേലും സഹോദരനല്ലേ, കൊല്ലരുത് ഭഗവാനെ, വെറുതെ വിട്ടേക്കു, മാപ്പ് കൊടുക്കൂ അയാൾക്ക് എന്ന് കേണപേക്ഷിച്ചപ്പോ ഭഗവാൻ മാപ്പ് കൊടുക്കുകയാണ്. ഈ രംഗം കണ്ടുകൊണ്ടാണ് ബലരാമസ്വാമി വരുന്നത്. ബലരാമസ്വാമി ഉറക്കെ വിളിച്ചു, അയ്യോ കഷ്ടം കഷ്ടം എന്റെ കൃഷ്ണ, ഈ കല്യാണത്തിന്റെ ദിവസം തന്നെ വേണോ ബ്രദറില്ലോന്റെ തലവെട്ടല്? 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ പോരെ? ഇതാണ് ദേവി ക്ഷത്രിയന്മാരുടെ സ്വഭാവം. വാളെടുത്താൽ പിന്നെ അവർക്ക് വെട്ടിയേ അടങ്ങുള്ളൂ. അത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായി തീർന്നു. അതുകൊണ്ട് ദേവി ഒരു കാര്യം ചെയ്യൂ, ഇതിലൊന്നും വിഷമം വിചാരിക്കേണ്ട, അതൊക്കെ സ്വഭാവമാണെന്ന് വിചാരിച്ചാൽ മതി. ഭഗവാനാണെങ്കിലോ വാളെടുത്താൽ വെറുതെ വെക്കരുതെന്നാണ്. അയാളുടെ മുടി എപ്പോഴേക്കും വെട്ടിയെടുത്തു. ഭഗവാൻ ബലരാമസ്വാമി വിടൂ വിടൂ വെട്ടേക്കു അയാളെന്ന്. ആ സമയത്ത് ദേവിയുടെ മുഖത്ത് നോക്കി ബലരാമസ്വാമി പറയാണ്, അല്ലെങ്കിലും ദേവിക്ക് ഇത്ര ദുഃഖം വരാൻ കാരണം എന്താണ്? സ്വന്തം സഹോദരനെ വെട്ടുന്നതിലല്ലേ ദുഃഖം. ആ സ്ഥാനത്ത് ശിശുപാലനായിരുന്നെങ്കിൽ ക്ലാപ്പ് ചെയ്യില്ലേ ദേവി, കൈയടിക്കില്ലേ ദേവി? അവനവന്റെ ആളുകൾ പോകുന്നതിലെ ആളുകൾക്കൊക്കെ ദുഃഖമുള്ളൂ ദേവി, എപ്പോഴും ആളുകൾ ദുഃഖിച്ചത് അതിലാണ് എന്ന് പറഞ്ഞ് ദേവിക്കൊരു ഉപദേശവും കൊടുത്ത് പിന്നീട് അവിടെ നിന്ന് അവർ ദ്വാരകയിലേക്ക് പോയെന്നും അവിടെ വെച്ച് വിധിപൂർവം ഭഗവാൻ ക്ഷത്രിയന്മാർക്ക് പറഞ്ഞ രീതിയിൽ ഭഗവാൻ ദേവിയെ സ്വയംവര രീതിയിൽ വിവാഹം കഴിച്ചു എന്നാണ് കഥ. ഇനി നമ്മൾ വിവാഹത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് വിവാഹത്തെക്കുറിച്ച് അല്പം മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വേദികളില്ല. ക്രിസ്തു മതത്തിലാണെങ്കിൽ പള്ളികൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇസ്ലാം മതത്തിലും പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഭാരതീയരായ ഹിന്ദു സംസ്കാരത്തിൽ ജീവിക്കുന്നവർക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം കൂട്ടുകുടുംബ വ്യവസ്ഥിതിയായിരുന്നു നമുക്ക്. അതുകൊണ്ട് മുത്തശ്ശനും മറ്റും ജീവിക്കുന്ന, അച്ഛനും അമ്മയും ജീവിക്കുന്ന ജീവിതം കണ്ട് ആളുകൾ വളരുമായിരുന്നു. പക്ഷെ ഇന്ന് ന്യൂക്ലിയർ ഫാമിലി ആയതുകൊണ്ട് കല്യാണം കഴിച്ച ഉടനെ വേറെ വീട് വെച്ച് പോകുന്നത് കൊണ്ട് എങ്ങനെയാണ് കുടുംബജീവിതം കൊണ്ടു നടക്കേണ്ടതെന്ന് നല്ലൊരു ശതമാനം കുട്ടികൾക്കറിയില്ല. അതുകൊണ്ടോ ഇന്ന് ഡൈവേഴ്സ് ഹിന്ദു സംസ്കാരത്തിൽ കൂടിക്കൂടി വരുന്നു. കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറുമാണ്. പിന്നെ രണ്ടും സോഫ്റ്റും ഹാർഡും അല്ല, രണ്ടും ഹാർഡായി തീരുകയാണ്, തമ്മിലടിയാണ്. അതുകൊണ്ടൊരു കുട്ടി അച്ഛനോട് ചോദിച്ചു, അച്ഛാ കല്യാണം നടക്കുമ്പോൾ എന്തിനാ ഈ ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഷെയ്ക്കൻഡ് കൊടുക്കണത്? ഉടനെ അച്ഛൻ പറഞ്ഞു, മോനെ അവര് കല്യാണ വേദിയിൽ വെച്ച് കൈ കൊടുത്ത് കുലുക്കിക്കൊണ്ട് പറയാണ്, ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അടികൂടാന്ന്. അപ്പൊ അത് ഒരു എക്സ്പീരിയൻസ് തുടങ്ങുകയാണ് അവിടെ വെച്ചിട്ട്. പിന്നെ തുടങ്ങുക അടിയും കുത്തും ഒക്കെ. നോക്കൂ നിങ്ങൾ, എത്ര എത്ര കുടുംബങ്ങളാണ് കല്യാണം കഴിഞ്ഞിട്ട് ഡൈവേഴ്സ് ചെയ്യുന്നത്. അടുത്ത ദിവസം ബോംബെയിലൊരു ഫാമിലി എന്നോട് പറയായിരുന്നു, എന്റെ സ്വാമി എന്റെ മകള് കല്യാണം ഡൈവേഴ്സ് ചെയ്യാൻ പോകണമെന്ന്. അതെന്താ കാരണം എന്ന്? അമ്മായിയമ്മ അവളുടെ ക്യൂടെക്സ് എടുത്ത് പുരട്ടിയെന്ന്. ആലോചിച്ച് നോക്കൂ, അമ്മായിയമ്മ ക്യൂടെക്സ് എടുത്ത് പുരട്ടി പറഞ്ഞിട്ട് ഡൈവേഴ്സ് ചെയ്യുന്ന കുട്ടികൾ. ആ കുട്ടി MCA കഴിഞ്ഞ കുട്ടിയാണ്. എനിക്ക് അത്ഭുതമായി. എന്താ പിന്നെ വിദ്യാഭ്യാസം നേടിയിരിക്കുന്നത്? ഇതിലൊക്കെയാണ് മനസ്സിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ കൂടെ ജീവിക്കാൻ പറ്റുന്നില്ല? വിവാഹം നടക്കുന്ന സമയത്തൊരു സമർപ്പണമുണ്ട്. പിന്നീട് ആ സമർപ്പണ ബുദ്ധി എന്തുകൊണ്ട് വരുന്നില്ല? കാരണം വിദ്യാഭ്യാസം മനുഷ്യനിൽ ഒരു ഈഗോ ഉണ്ടാക്കി വയ്ക്കും. അപ്പൊ ഞാനും വലുതാണ്, ഞാൻ എന്തിന് സഹകരിക്കണം, ഞാൻ എന്തിന് അഡ്ജസ്റ്റ് ചെയ്യണം, ഈ ചിന്തകളൊക്കെ മനസ്സിലേക്ക് അങ്ങോട്ട് കയറി വരും. പണ്ട് വിദ്യാഭ്യാസമായിരുന്നില്ല നോക്കിയത്, കുടുംബം എന്നൊരു സംസ്കാരത്തെ നോക്കിയിരുന്നു. ഒരു കുടുംബം നിലനിൽക്കണമെങ്കിൽ 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് വേണം. 1 ദൃഢമായ സ്നേഹം, 2 അങ്ങേയറ്റത്തെ സഹകരണം. ഇത് രണ്ടും ഉണ്ടെങ്കിലേ കുടുംബജീവിതം മുന്നോട്ട് പോകുള്ളൂ. സ്നേഹമില്ലെങ്കിൽ കുടുംബജീവിതത്തിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതുപോലെ സഹകരണമില്ലെങ്കിൽ കുടുംബജീവിതത്തിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഇത് രണ്ടും എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും? നമ്മൾ അതിന്റെ പുറകോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം, ഏതൊരു കുട്ടിയായാലും പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും വിവാഹത്തിന്റെ മുമ്പ് ചില മോഹങ്ങളൊക്കെ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും. വിവാഹത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ. എന്റെ ഭർത്താവ് ഇങ്ങനെയായിരിക്കണം, എന്റെ ഭർത്താവിന്റെ അമ്മ ഇങ്ങനെയായിരിക്കണം, ഭർത്താവിന്റെ അച്ഛൻ ഇങ്ങനെയായിരിക്കണം, അവരെന്നോട് ഇങ്ങനെ പെരുമാറണം, ഞങ്ങൾ ഇങ്ങനെ ഒരു വീടെടുക്കും, ഇതൊക്കെയായിരിക്കും എന്റെ വീടിന്റെ സങ്കല്പം, കുടുംബസങ്കല്പം എന്നൊക്കെ ഏതൊരാളും സ്വപ്നം കാണാറുണ്ട്, മോഹം കാണാറുണ്ട്. പക്ഷെ ഇങ്ങനെ മോഹിക്കുന്നതിൽ യാതൊരു തെറ്റൊന്നുമില്ല. പക്ഷെ മനസ്സിലാക്കേണ്ട പ്രധാനമായ സത്യം, നമ്മൾ ഓരോരുത്തരുടെ കൂടെ ജീവിക്കുമ്പോൾ, മറ്റുള്ളവരുടെ കൂടെ ജീവിക്കുമ്പോൾ ഒരു പരമസത്യം, ഓരോരുത്തർക്കും സ്വതന്ത്രമായ ചിന്തകളും മോഹങ്ങളും ഉണ്ട്. നമ്മൾ മോഹിക്കുന്നത് പോലെ മറ്റൊരാൾക്ക് മോഹിക്കാൻ സാധിച്ചൊന്നുമില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ മറ്റൊരാൾക്ക് ആഗ്രഹിക്കാൻ സാധിച്ചൊന്നുമില്ല. അപ്പൊ മനസ്സുകൾ തമ്മിൽ ഏറ്റുമുട്ടും, മനസ്സുകൾ തമ്മിൽ സംഘർഷമുണ്ടാവും. അവിടെയാണ് ഒരാൾ സഹകരിക്കേണ്ടത്. പ്രിയാണ്, സഹകരിക്കാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കണമെങ്കിൽ ഭക്തിയിലൂടെ മാത്രമേ സാധിക്കുള്ളൂ.
മോഹങ്ങളെ സ്നേഹമാക്കണം, സ്നേഹത്തെ ഭക്തിയാക്കി മാറ്റണം. ഭക്തിയിലൂടെ ജീവിക്കുമ്പോൾ പിന്നെ ഭർത്താവിനെയും ഉൾക്കൊള്ളാൻ സാധിക്കും, ഭാര്യയെയും ഉൾക്കൊള്ളാൻ സാധിക്കും. കാരണം അതെല്ലാം ഭഗവത് നിശ്ചയമാണെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കും. 5 പേരെ വിവാഹം കഴിച്ച പാഞ്ചാലിയെ നമ്മൾ മറന്നു പോകരുത്. 5 വ്യത്യസ്ത സ്വഭാവവിശേഷമുള്ള ഭർത്താക്കന്മാരെ പാഞ്ചാലിക്ക് മാനേജ് ചെയ്യാൻ സാധിച്ചത് ദൃഢമായ ഭക്തിയിലൂടെയാണ്. കുന്തിദേവിയും പാഞ്ചാലിയും തമ്മിൽ എവിടെയും അമ്മായിയമ്മ പോര് നടന്നിട്ടില്ല. ആ അമ്മ പറഞ്ഞതുപോലെ നീ 5 പേരുടെ ഭർത്താവായി ഭാര്യയായി തീരുമെന്ന് പറഞ്ഞപ്പോ അത് ഉൾക്കൊള്ളാൻ സാധിച്ചത് ശരീരം കൊണ്ട് പാഞ്ചാലി ഭാര്യയായിരുന്നു, മനസ്സുകൊണ്ട് പാഞ്ചാലി ഭാര്യയായിരുന്നില്ല. മനസ്സുകൊണ്ട് പാഞ്ചാലി ഭഗവത് ഭക്തയായിരുന്നു പറയാണ്. അതുകൊണ്ട് തളരുമ്പോഴും ദുഃഖങ്ങൾ വരുമ്പോഴും പാഞ്ചാലി വിളിച്ചത് അർജുനനെയോ ഭീമനെയോ ആരെയുമല്ല. പാഞ്ചാലി ഓരോ പ്രാവശ്യവും വിളിച്ചത് കൃഷ്ണനെയാണ്. നിങ്ങൾക്ക് കാണാം, 5 ഭർത്താക്കന്മാരുടെ മുന്നിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ പാഞ്ചാലി എന്റെ അർജുനേട്ടാന്ന് വിളിച്ചിട്ടില്ല, എന്റെ ആര്യപുത്രാന്ന് വിളിച്ചിട്ടില്ല. പാഞ്ചാലി ആ സമയത്ത് ഹൃദയത്തിൽ ഭക്തിയോടുകൂടി വിളിച്ചത് എന്റെ ഹൃദയേശ്വര ഭഗവാനെ എന്നാണ്. പാഞ്ചാലിയുടെ മനസ്സിൽ ഭക്തി ദൃഢമായിരുന്നു പറയാണ്. അതുകൊണ്ടാണ് കുടുംബജീവിതം കലഹമില്ലാതെ കൊണ്ടുപോകാൻ പാഞ്ചാലിക്ക് സാധിച്ചത്. ഇന്ന് ഭക്തി കുറയുന്നത് കൊണ്ടായിരിക്കാം കുടുംബജീവിതങ്ങളിൽ കലഹങ്ങൾ കൂടിക്കൂടി വരുന്നത്. അതാരുടെ മിസ്റ്റേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരച്ഛനും അമ്മയും കുട്ടികളെ വളർത്തുമ്പോൾ വെറും വിദ്യാഭ്യാസം, വെറും ട്യൂഷൻ, വെറും പഠനം, അതിൽ മാത്രം മനസ്സ് വയ്ക്കുമ്പോൾ ജീവിതത്തെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെയോ. എത്രയോ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരെ ഡൈവേഴ്സ് ചെയ്തിരിക്കുന്നുണ്ട്, എത്രയോ MCA പഠിച്ച കുട്ടികളെ ഡൈവേഴ്സ് ചെയ്തിരിക്കുന്നുണ്ട്. എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. വിദ്യാഭ്യാസത്തെക്കാൾ വലുത് ജീവിതമാണ്. നമ്മൾ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുന്നത് കുറെ സ്നേഹം മാത്രമാണ്. ഒരു സർട്ടിഫിക്കറ്റും ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഒറ്റയ്ക്ക് ജീവിക്കാൻ ഒരുപക്ഷെ ശരിയായിരിക്കാം, പക്ഷെ അതിനേക്കാൾ വലുതാണ് സ്നേഹം എന്നൊരു വികാരം. അത് നിലനിർത്തണമെങ്കിൽ കുറെ സാക്രിഫൈസ് ചെയ്യണം. അതിനെന്ത് വേണം? ഭക്തിയിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. വ്യത്യസ്ത മനോവികാരങ്ങളുള്ള, വ്യത്യസ്ത ആഗ്രഹങ്ങളുള്ള, വ്യത്യസ്ത ചിന്തകളുള്ള ആളുകളുമായി സഹകരിക്കണമെങ്കിൽ മനസ്സിൽ നല്ലവണ്ണം ഭക്തി വേണം, ദൃഢമായ ഭക്തി വേണം. എല്ലാം ഭഗവാൻ തരുന്ന പരീക്ഷണങ്ങളാണെന്ന് സ്വീകരിക്കാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഡൈവേഴ്സ് ഉണ്ടാവില്ല പ്രിയാണ്. മോഹങ്ങളെ സ്നേഹമാക്കണം, സ്നേഹത്തെ ഭക്തിയാക്കണം. ഭക്തിയിലാണ് ശക്തിയിരിക്കുന്നത്. ശക്തിയുള്ളവർക്ക് എല്ലാം ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും സഹിക്കാനും സാധിക്കുള്ളൂ. നമ്മുടെ പൂർവികന്മാരായ മുത്തശ്ശിമാര് അവരുടെയൊക്കെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അവരൊന്നും സ്നേഹം പറഞ്ഞു നടന്നിട്ടില്ല. അവർ സ്നേഹത്തിൽ ജീവിച്ചവരാണ്. നിങ്ങളുടെ മുത്തശ്ശിമാര്, നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ മുത്തശ്ശന്റെ കഴുത്ത് പിടിച്ചിട്ട് അല്ലെങ്കിൽ തോളിൽ പിടിച്ചിട്ട് ഐ ലവ് യു മൈ ഡാർലിംഗ് എവിടെയും പറഞ്ഞിട്ടുണ്ടോ? ഒരു മുത്തശ്ശനും ഇന്നേ അവരെ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് നമുക്കത് പറയുന്നതാണ് സ്നേഹം എന്നുള്ളത് തെറ്റിദ്ധരിച്ചിരിക്കണം. എന്റെ ഭർത്താവ് എന്നോട് സ്നേഹത്തിന്റെ ഒരു വാക്ക് പറയുന്നില്ല എന്ന്. അതെന്നോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹം ഓഫീസിലൊക്കെ പോയി പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷമായിട്ട് പറയുന്നുണ്ടല്ലോ, പക്ഷെ എന്തുകൊണ്ട് എന്നോട് പറയുന്നില്ല എന്ന്? മറ്റൊരാളുടെ വികാരം മനസ്സിലാക്കാൻ സാധിക്കണം, മറ്റൊരാളെ ഉൾക്കൊള്ളാൻ സാധിക്കണം. ഒരാള് ബിസിനസ്സുകാരനാണ്, പ്ലെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യും അധികം. അങ്ങനെ പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു എയർ ഹോസ്റ്റസ് ആയിട്ട് ഇയാൾ പരിചയപ്പെട്ടു. ആ എയർ ഹോസ്റ്റസിന്റെ ഒരു പ്രത്യേകത എപ്പോഴും ആ കുട്ടി പുഞ്ചിരിച്ചുകൊണ്ടാണ്. പ്രത്യേകിച്ച് എയർ ഹോസ്റ്റസ്മാരെന്നാ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കണം, അല്ലെ അവരുടെ തൊഴിൽ പോവും. ആര് വന്നാലും ഹായ് വെൽക്കം എന്നൊക്കെ ചിരിച്ചുകൊണ്ട് പറയണം, അല്ലെങ്കിൽ പിന്നെ അവർക്ക് ജോലിയിൽ നിൽക്കാൻ പറ്റില്ല. ഇവളുടെ ചിരി കണ്ടപ്പോൾ, പുഞ്ചിരി കണ്ടപ്പോൾ ഇയാൾക്ക് തോന്നി ഇവളെ അങ്ങോട്ട് കല്യാണം കഴിക്കാം. അങ്ങനെ അവൾ അടുത്ത് സർവീസ് ചെയ്യാൻ വന്നപ്പോൾ ചോദിച്ചു, നിന്റെ മാരേജ് കഴിഞ്ഞിട്ടുണ്ടോ? അവൾ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, ഞാനൊരു പ്രപ്പോസൽ വെക്കട്ടെ എന്ന്. എനിക്കറിയില്ല അച്ഛനോടും അമ്മയോടൊക്കെ കോൺടാക്ട് ചെയ്യുമെന്ന്. എന്നാൽ അഡ്രസ്സ് തരുമെന്ന് പറഞ്ഞിട്ട് ഇയാൾ കോൺടാക്ട് ചെയ്തപ്പോൾ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല, മുന്നോട്ട് പോകാമെന്നൊക്കെ മനസ്സിലാക്കി. അങ്ങനെ കല്യാണമൊക്കെ കഴിച്ചു. ഒരൊറ്റ പ്രതീക്ഷയുള്ളൂ, ഓഫീസിൽ നിന്ന് ടെൻഷൻ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഇവൾ പുഞ്ചിരിച്ച് വീട്ടിലുണ്ടാവണം. അത്രയും ഇയാൾക്ക് മോഹമുള്ളൂ, വേറെ ഒന്നുമില്ല. വീട്ടിൽ സർവൻസ് ഉണ്ട്, ഭക്ഷണം വെക്കാൻ ആരും വേണ്ട, കാരണം ബിസിനസ്സുകാരനാണ്. പുഞ്ചിരിച്ച് വീട്ടിലിങ്ങനെ നിൽക്കണം. പറഞ്ഞു, നീ നിന്റെ തൊഴിൽ പോയിക്കോളൂ, പക്ഷെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന്. അങ്ങനെ അവളുടെ ഡൊമസ്റ്റിക് സർവീസിലാണ്. അവൾ പോവും, വൈകുന്നേരം ആകുമ്പോഴേക്കും അവൾ തിരിച്ചെത്തും വീട്ടിൽ. ഇദ്ദേഹം ഓഫീസ് വിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പം ഇവളുടെ മുഖം ഉണ്ടാവും മത്തങ്ങ പോലെ വീർത്തിട്ട്. ഇദ്ദേഹത്തിന് അങ്ങോട്ട് കലി വരും. ഇദ്ദേഹം അവിടെ വെച്ച് തലറിയിട്ട് പറയും, നിനക്ക് കണ്ട നാട്ടുകാരോടൊക്കെ ചിരിക്കാന്നുണ്ടെങ്കിൽ നിന്റെ ഭർത്താവിനോടൊന്ന് ചിരിച്ചുകൂടെ എന്ന്. അപ്പൊ അവൾ കരഞ്ഞിട്ട് പറയും, ഏട്ടനെങ്കിലും മനസ്സിലാക്കൂ, രാവിലെ മുതൽ ചിരിച്ച് ചിരിച്ച് എന്റെ മസിലൊക്കെ പെയിൻ എടുക്കണമെന്ന്. അവൾ ശരിക്കുള്ള ചിരിയല്ല ചിരിക്കുന്നത്, കൃത്യമായിട്ടുള്ള ചിരിയാണ്. ആലോചിച്ച് നോക്കൂ, മറ്റൊരാളുടെ വിഷമം മനസ്സിലാക്കണമെങ്കിൽ, മറ്റൊരാളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണമെങ്കിൽ ഭക്തിയിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെയൊക്കെ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മരണം വരെ ജീവിതം ആനന്ദമാക്കി തീർക്കാം. ഇവിടെ രുക്മിണി ദേവിയെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ കൊരവേടുന്നത് കേട്ടില്ലേ?
അത് കരച്ചിലിലേക്ക് പോകരുത്. എന്നും കൊരവയിടാൻ സാധിക്കണം, എന്നും ആനന്ദമാക്കി തീർക്കാൻ സാധിക്കണം. കൊരവ വരുന്നത് ആനന്ദത്തിൽ നിന്നാണ്, ദുഃഖത്തിൽ നിന്നല്ല. അല്ലെങ്കിൽ ചരവ വരും, പിന്നെ കൊരവ ഉണ്ടാവില്ല പറയാണ്. ആ രീതിയിലേക്ക് ജീവിതം പോവാതിരിക്കണമെങ്കിൽ എന്തു വേണം? എന്നും ജീവിതം മംഗളമാക്കി തീർക്കണമെങ്കിൽ ഭഗവാൻ കൃഷ്ണനെ മനസ്സിൽ കൊണ്ടു നടക്കാൻ സാധിക്കണം. ഭഗവാൻ കൃഷ്ണൻ എന്നാൽ നമ്മുടെ ഓരോരുത്തരെയും നമ്മളെ ഓരോരുത്തരുമാക്കി തീർക്കുന്ന ഭഗവത് ചൈതന്യം തന്നെ. പ്രേമത്തോടുകൂടി ഭഗവാനെ സ്മരിക്കാൻ സാധിക്കണം. ആ ഭഗവാനെ ത്വമേവ മാതാച്ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. പ്രേമത്തോടുകൂടി ദിവസവും ഭജനം ചെയ്ത് ഭഗവത് പ്രേമത്തോടുകൂടി ജീവിക്കൂ. നമുക്ക് ഓരോരുത്തർക്കും ഭഗവാൻ ശക്തി തരും. ഓരോ പരീക്ഷണങ്ങളും ഭഗവാൻ തരുന്നതാണെന്ന് കാണും. ജീവിതത്തിൽ വൈഷമ്യങ്ങൾ വരും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരും, അസ്വസ്ഥതകൾ വരും. അതൊക്കെ ഭഗവത് പ്രസാദമായി കണ്ടുകൊണ്ട് ഭഗവത് പ്രേമത്തിലൂടെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ മരണം വരെ ദീർഘ സുമംഗലികളായിട്ട്, ദീർഘ വിവാഹിതരായിട്ട് ജീവിക്കാൻ സാധിക്കും. അങ്ങനെ എന്നും എന്നും നമുക്ക് മനസ്സുകൊണ്ട് ഭഗവാനെ വിവാഹം കഴിക്കാനും ശരീരം കൊണ്ട് ഭർത്താവും ഭാര്യയൊക്കെ ആയിട്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ എന്നും എന്നും ആനന്ദത്തിൽ ജീവിക്കാൻ ഭഗവാൻ നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആ വിവാഹ ചടങ്ങിലേക്ക് കടക്കുകയാണ്. വിവാഹിതരാവാൻ പോകുന്ന പെൺകുട്ടികൾക്കെല്ലാം ഭഗവാൻ സംസ്കാര സമ്പന്നന്മാരായ ഭക്തന്മാരായിട്ടുള്ള നല്ല യോഗ്യന്മാരായിട്ടുള്ള ഭർത്താക്കന്മാരെ കൊടുക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ആൺകുട്ടികൾക്കും അങ്ങനെ യോഗ്യതയുള്ള ഭാര്യമാരെ കിട്ടാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ജീവിതമെന്നും കല്യാണമാക്കി ആനന്ദമാക്കി മംഗളമാക്കി തീർത്ത് ഈ ജീവിതത്തിന്റെ യാത്ര പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആ വിവാഹ ചടങ്ങിലേക്ക് കിടക്കുകയാണ്. ഭഗവാൻ വിധിപൂർവം രുക്മിണീ ദേവി വിവാഹം കഴിച്ചു എന്ന ഭാഗം വായിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ശ്രീശുഗോവാചാം ഏവം ഭഗവതാ ധന്യേ രാമേ.